നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പല അമ്മമാരോടും ഞാൻ പറയാറുണ്ട് കേട്ടോ, നിങ്ങൾ ഗുരുവായൂരപ്പനോട് ചോദിച്ചു നോക്കൂ, നറുക്കിട്ട് നോക്കൂ, അത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് നറുക്കിട്ട് ചോദിച്ചു നോക്കൂ ഗുരുവായൂരപ്പനോട്, ഇന്നതാണോ വേണ്ടത് അതോ ഇന്നതാണോ വേണ്ടത് എന്ന്. ഇത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനോട് ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത്. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി. ഇതാണ് ആ പ്രാർത്ഥന. അതായത് ഭഗവൻ ഭൂതഭവ്യേശ, ഭൂതവും ഭാവിയും എല്ലാം അറിയുന്ന ഉണ്ണികൃഷ്ണ, എല്ലാം അറിയുന്ന ഉണ്ണികൃഷ്ണ, ന ജാനേ ഹിതമാത്മന, എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ഹിതം എന്താണെന്ന്, ഞാൻ എന്ത് ചെയ്താലാണ് നന്നാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി, എനിക്ക് വിഭോ, എനിക്ക് അങ്ങ് വേണ്ടത് തിരഞ്ഞെടുത്ത് തരണം, എനിക്ക് അതാണോ ഇതാണോ ശരി എന്നുള്ളത് അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് തരണം എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ഒരു ശ്ലോകം ആവശ്യമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഇതുപോലൊരു കൺഫ്യൂഷനിലും കൊണ്ടുവരാറുണ്ട് അല്ലെ, അത് ചെയ്യണോ അതോ ഇത് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനോട് എല്ലാ ദിവസവും ഈ ശ്ലോകം ചൊല്ലി നമസ്കരിച്ചോളൂ. എനിക്ക് ഹിതമായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് അങ്ങ് തീരുമാനിക്കൂ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാട്ടോ. ഭഗവൻ ഭൂതഭവ്യേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി എന്നാണ് ഈ ശ്ലോകം. എല്ലാവരും ചൊല്ലിക്കോളൂ.